ഹായ് മക്കളെ, കീം 2024 പരീക്ഷയുടെ കെമിസ്ട്രി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുടെ ചർച്ച തുടരുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഒന്ന് സൊല്യൂഷൻസ് എന്ന ചാപ്റ്റർ, സെക്കൻഡ് ഇയറിലെ 1ാമത്തെ ചാപ്റ്റർ. രണ്ടാമത്തേത് ഇലക്ട്രോ കെമിസ്ട്രി. ഇപ്പോൾ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി എന്ന 2 പ്രധാനപ്പെട്ട ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിലൂടെ ആ ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. നോക്കാം. 1ാമത്തെ ചോദ്യം സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. നോക്കാം. The observed molecular weight of 1:1 strong electrolyte. 1:1 strong electrolyte. It is 117 gram per mole as determined by the depression of freezing point method. Its theoretical molecular weight is 60 gram per mole. Theoretical molecular weight is 60 gram per mole. The percentage of dissociation of electrolyte. ആക്ച്വലി അതിലൊരു തിയററ്റിക്കൽ പ്രോബ്ലം ഇല്ലേ? കാരണം ഡിസോസിയേഷൻ നടക്കുന്ന സമയത്ത് മോളാർ മാസ് എന്താ സംഭവിക്കണ്ടേ? കുറയല്ലേ വേണ്ടതല്ലേ? ഡിസോസിയേഷൻ ഇപ്പം NaClൻ്റെ ഫോർമുല മാസ് 58ആണ്. നമ്മൾ സാധാരണ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 30ൻ്റെ റേഞ്ചിൽ വരും. കാരണം എന്താ സംഭവിക്കുക? അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണോ എന്ന് സംശയമുണ്ട്. കാരണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1:1 ഇലക്ട്രോലൈറ്റ് ആണ്, സംതിങ് ലൈക്ക് NaCl അല്ലേ? അപ്പോൾ അതിൻ്റെ ഒബ്സർവ്ഡ് മോളിക്കുലാർ വെയിറ്റ് ഇതെനിക്ക് തോന്നുന്നു 2 ഡാറ്റ അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് നോക്കാം. ശരി, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പെർസെൻറ്റേജ്. കണ്ടോ, അസോസിയേഷൻ അല്ല, ഡിസോസിയേഷനാണ്. അസോസിയേഷൻ വരുമ്പോഴാണ് മോളാർ മാസ് കൂടുക. ഡിസോസിയേഷൻ വരുമ്പോൾ എക്സ്പെരിമെൻ്റൽ വാല്യൂ കുറയുകയല്ലേ ചെയ്യേണ്ടത് അല്ലേ? ഒന്നാലോചിച്ച് നോക്കി. NaCl ഫോർമുല മാസ് 58.5, ക്ലോറിൻ 35.5, സോഡിയം 23, 58.5. പക്ഷേ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് NaCl ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു 30ൻ്റെ റേഞ്ചിലാണ് കിട്ടുക, ഡ്യൂ ടു ഡിസോസിയേഷൻ. റൈറ്റ്. ഇവിടെ തിയററ്റിക്കൽ വാല്യൂ 60ഉം ആക്ച്വൽ ഒബ്സർവ്ഡ് വാല്യൂ 117 എന്ന് പറഞ്ഞത് തിരിഞ്ഞു പോയതാവാനാണ് സാധ്യത. എനിവേ, പെർസെൻറ്റേജ് ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഫോർമുല അറിയാമല്ലോ മക്കളെ. ആൽഫ ഈക്വൽ ടു I-1/n-1 അല്ലേ? ഇതാണ് ഫോർമുല. ആൽഫ, ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ഈക്വൽ ടു I-1/n-1 എന്നാണ്. ദിസ് ഈസ് 1:1 ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ AB ടൈപ്പ് ഇലക്ട്രോലൈറ്റ് ആണ്. യു ഗെറ്റ് A+ ആൻഡ് B-, ദാറ്റ് ഈസ് n വാല്യൂ 2 എന്ന് വരും കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 2 - 1 എന്ന് വരും. സോ ഇറ്റ് ഈസ് I-1. അപ്പോൾ I കിട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. I കിട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. ശരിയല്ലേ? ഹൗ ടു ഫൈൻഡ് ഔട്ട് I? ഐക്കാണല്ലോ നമ്മളിത് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലും ഇത് ആക്ച്വൽ വാല്യൂം, ഇത് തിയററ്റിക്കലി ഇത് തിയററ്റിക്കൽ വാല്യൂം, ഇത് ആക്ച്വൽ ഒബ്സർവ്ഡ് വാല്യൂ ആയിരിക്കണം അല്ലേ? സോ I is equal to molar mass which is theoretical divided by molar mass observed. ഇതാണ് ശരിക്കും വരേണ്ടത്. വാല്യൂ ശരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കണം കേട്ടോ. കാരണം I വാല്യൂ എപ്പോഴും ഡിസോസിയേഷൻ നടക്കുമ്പോൾ I വാല്യൂ മോർ ദാൻ 1 ആണ് വരിക. അറിയാമല്ലോ, I വാല്യൂ മോർ ദാൻ 1 ആണ് ഡിസോസിയേഷനിൽ വരിക. സോ ഇറ്റ് ഈസ് 117 ഡിവൈഡഡ് ബൈ 60 എന്ന് വരും. 117 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുമ്പോൾ 11.7/6 ചെയ്യുമ്പോൾ എത്ര വരിക? 1, പിന്നെ 5, 57 അല്ലേ? അപ്പോൾ 1.95 എന്ന് വരും അല്ലേ? 1.95 എന്ന് കിട്ടും. സോ ദി ആൻസർ വിൽ ബി 1.95 - 1 എന്ന് പറയുമ്പോൾ 0.95. 0.95 എന്ന് പറയുമ്പോൾ ഏത് ആൻസർ വരണ്ടേ? 95% അല്ലേ? ഓപ്ഷൻ B വിൽ ബി ദ കറക്റ്റ് ആൻസർ. 95%. റൈറ്റ്. അപ്പോൾ അതിൽ ചെറിയൊരു
എനിക്ക് തോന്നുന്നൊരു കോൺസെപ്ച്വൽ എറർ തന്നെയാണ് അത് അല്ലേ. ഓക്കെ, സോ 1 ടൈപ്പ് ഇലക്ട്രോലൈറ്റിൽ ഒബ്സർവ്ഡ് തിയറട്ടിക്കൽ മോളാർ മാസ് തന്നിട്ടുണ്ട്. നമുക്ക് ഐ കണ്ടുപിടിക്കണം. ഐ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൽഫ കണ്ടുപിടിക്കാം. ചോദ്യം ആൽഫ കണ്ടുപിടിക്കാനാണ്. ആൽഫ ഈസ് ഈക്വൽ ടു I-1/n-1. ഐ കാണാനുള്ള ഡാറ്റ ഡയറക്റ്റായിട്ട് അവൈലബിൾ ആണ് അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. An aqueous solution contain 20 gram. An aqueous solution contain 20 gram non-volatile strong electrolyte A2B, molar mass 60, in 1 kilogram water. If the electrolyte is 100% dissociated at this concentration, what is the boiling point of the solution? ഇതാണ് ചോദ്യം. KB തന്നിട്ടുണ്ട്. എങ്ങനെ മക്കളെ ബോയിലിംഗ് പോയിന്റ് കാണാം? ബോയിലിംഗ് പോയിന്റ് ഈസ് ഈക്വൽ ടു 373 Kelvin പ്ലസ് ഡെൽറ്റ ടി ബി എന്നാണ്. ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഡെൽറ്റ ടി ബി എന്നാണ്. നമുക്കെല്ലാം കെൽവിനിലാണ്. അപ്പോൾ കെൽവിനിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ 373 പ്ലസ് ഡെൽറ്റ ടി ബി ഇതാ ചെയ്യേണ്ടത്. ആൻഡ് വാട്ട് ഈസ് ഡെൽറ്റ ടി ബി? ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു I ഇൻറ്റു കെ ബി ഇൻറ്റു എം. ഐ എത്രയാ? 100% ഡിസോസിയേഷൻ നടന്നാൽ ഐ വാല്യൂ A2B അല്ലടാ. അപ്പോൾ എങ്ങനെ വരണം? A2B വിൽ ഗിവ് യു 2A ആൻഡ് B. അപ്പോൾ n വാല്യൂ 3 എന്നാണ്. ആൻഡ് ദാറ്റ് ഈസ് ഐ വാല്യൂ വെൻ ആൽഫ ഈസ് 100%. ആൽഫ 100% വന്നു കഴിഞ്ഞാൽ ഐ വാല്യൂ ഈക്വൽ ടു n വാല്യൂ. ഇവിടെ n വാല്യൂ എത്രയാണ്? 2 കാറ്റയോണും ഒരു ആനയോണും. n വാല്യൂ 3 ആണ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് 3 ഇൻറ്റു കെ ബി എത്രയിടാ? 0.52 ഇൻറ്റു വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് 20 ഇൻറ്റു 1000 ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് 60. മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് 60 ഇൻറ്റു വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ് 1 കിലോഗ്രാം വാട്ടറാണ്. ദാറ്റ് ഈസ് 1000 ഗ്രാം. ഇവിടെ ഞാൻ 1000 ഗ്രാംസിലല്ലേ കൊടുത്തത്. അപ്പോൾ ഇതങ്ങ് ക്യാൻസലായി. ഇത് 3 എന്ന് വരും അല്ലേ. സോ ദി ആൻസർ ഈസ് സ്ട്രെയിറ്റ് അവേ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. 0.52 എന്ന് കിട്ടും. സോ ദി ആൻസർ വിൽ ബി 373.52 എന്ന് വരും. 373.52 ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഇനി ചില സമയത്ത് ബോയിലിംഗ് പോയിൻ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ 373.15 എന്ന് ക്വസ്റ്റ്യനിൽ തരുവേ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 373 വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ബോയിലിംഗ് പോയിൻ്റ് ടേക്ക് ഇറ്റ് ആസ് 3 സ്റ്റാൻഡേർഡ് 1 373.15 എന്നെടുക്കാൻ പറഞ്ഞാൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. 373.15ൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 373.6 സംതിങ് എന്ന് വരും. എന്തായാലും ആ ചോയ്സ് ഇല്ല. ഉണ്ടെങ്കിൽ അതൊരു കൺഫ്യൂഷൻ വന്നേക്കാം. പക്ഷേ ക്വസ്റ്റ്യനിൽ പറയൂ അത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ അത് പറയും. സോ ദ പോയിന്റ് ഈസ് ബോയിലിംഗ് പോയിന്റ് ആണ് കാണേണ്ടത്. ബോയിലിംഗ് പോയിന്റ് ഈസ് 373 Kelvin പ്ലസ് ഡെൽറ്റ ടി ബി ആണ്. ഡെൽറ്റ ടി ബി ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം എന്നാണ്. ഐ ഫോർ A2B ടൈപ്പ് സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഐ വാല്യൂ വരുന്നത് എത്രയാണ്? 3 എന്നാണ് വരിക കേട്ടോ. ബിക്കോസ് ആൽഫ ഈസ് 100%. When alpha is 100%, I equal to n equal to 2 plus 1 3. ഇപ്പോൾ 3 ഇൻറ്റു കെ ബി ഇൻറ്റു ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. ബൈ 3 എന്ന് കിട്ടും. ആ 3 ക്യാൻസൽ ചെയ്ത് പോയാൽ 0.52 എന്ന് ഡെൽറ്റ ടി ബി കിട്ടും. ആൻഡ് ദാറ്റ്സ് വെരി മച്ച് ക്ലിയർ റിഗാർഡിംഗ് ദി ആൻസർ. ഓക്കെ, ശരിയല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഫൈൻ. അടുത്ത ചോദ്യം. The vapor pressure of water at 373 Kelvin തന്നിട്ടുണ്ട്. വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ അറ്റ് 373 Kelvin തന്നിട്ടുണ്ട്. 176 gram sucrose, molar mass 342, is added to 900 gram water at 323 Kelvin. The vapor pressure of solution is about. ഇപ്പോൾ കാണേണ്ടത് PS ആണ് അല്ലേ. PS ആണ് കാണേണ്ടത്. എന്താ മക്കളെ ഫോർമുല? P നോട്ട് മൈനസ് പി എസ് ബൈ പി എസ് ഈക്വൽ ടു എൻ ബി ബൈ എൻ എ. ഐ ഹോപ്പ് ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. റൈറ്റ്? പരിചയപ്പെട്ടിട്ടില്ലേ?
പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ പരിചയപ്പെടണം. എല്ലാ സൊല്യൂഷനും അപ്ലൈ ചെയ്യാവുന്ന ഒരു യൂണിവേഴ്സൽ കണ്ടീഷനാണ്. മറ്റേ ഫോർമുല എല്ലാവർക്കും അറിയുമായിരിക്കണം. പി നോട്ട് മൈനസ് പി എസ് ബൈ പി നോട്ട് ഈക്വൽ ടു കൈ ബി ഈക്വൽ ടു എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി ആൻഡ് നിയർലി ഇറ്റ് ഈസ് എൻ ബി ബൈ എൻ എ, റൈറ്റ്, ഫോർ എ ഡൈല്യൂട്ട് സൊല്യൂഷൻ. ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ് എങ്കിൽ വേർ എൻ ബി നെഗ്ലിജിബിൾ കമ്പയർഡ് ടു എൻ എ എന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ എടുക്കാം. അതെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ? പഠിച്ചിട്ടില്ലേ? റൈറ്റ്. ഈ ഫോർമുല ചെറുതായിട്ടൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഈ ഫോർമുല ചെറുതായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അത് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡൈല്യൂട്ട് ആണെങ്കിലും കോൺസെൻട്രേറ്റഡ് ആണെങ്കിലും എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. കേട്ടോ? അപ്പോൾ ഇതൊരു കംഫർട്ടബിൾ ഫോർമുലയാണ്. പഠിപ്പിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കണേ. പി നോട്ട് മൈനസ് പി എസ് ബൈ പി എസ് ഇസ് ഈക്വൽ ടു എൻ ബി ബൈ എൻ എ എന്ന് പറയുന്നത്. സോ പി നോട്ട് എത്രയാടാ? 95 മൈനസ് പി എസ് ബൈ പി എസ് ഇസ് ഈക്വൽ ടു എൻ ബി എന്ന് വെച്ചാൽ വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, എൻ എ വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ് ബൈ മോളാർ മാസ് ഓഫ് സോൾവെൻറ്റ്, and that will be equal to 176 divided by 342 divided by എത്രയാ വാട്ടറിൻ്റെ 900 divided by 80. ഇവിടെ എന്ത് വരും? ഇവിടെ 0.5 എന്ന് വരും അല്ലേ? മോളിൽ 1/2 അല്ലേ? 0.5. ഇതെത്ര വരും? 18 90 5 പ്രാവശ്യം, അപ്പോൾ 50 എന്ന് വരും. 50. സോ ദി 95 minus PS by PS equal to 0.5 by 50, right? So 95 into 50 minus 50 PS equal to 0.5 PS. That is 95 into 50 equal to 50.5 PS. That is PS is equal to 95 into 50 divided by 50.5 എന്ന് വരും. അപ്പോൾ 95ൽ നിന്ന് കുറച്ച് കുറയും. 95ൽ നിന്ന് സ്വല്പം കുറയും. ശരിയല്ലേ? 95ൽ നിന്ന് വളരെ കുറച്ച് കുറയും. ഇത് കുറച്ച് കുറവാണ്, ഇതും കുറവാണ്, ഇത് കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇതും കൂടുതലാണ്. അപ്പോൾ 95ൽ നിന്ന് കുറച്ച് കുറയുകയാണ് ചെയ്യുക കേട്ടോ. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്നല്ലേ? അപ്പോൾ 95 എന്ന് കുറയാണ് ചെയ്യുക. സിയും ഡിയും ഒരിക്കലും വരില്ല. ആൻഡ് ദി ആൻസർ ഈസ്, ഈ ഡാറ്റ നമുക്ക് സാധാരണ വളരെ സിമ്പിളായിട്ടൊരു മാത്തമാറ്റിക്കൽ നോളജിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ദി ആൻസർ വിൽ ബി ഓപ്ഷൻ ഇ. 95ൽ നിന്ന് വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുള്ളൂ. ആൻഡ് ദാറ്റ് വിൽ ബി, കാരണം 50യും 50.5 അല്ലേ? ഇറ്റ് ഈസ് നിയർലി 95 തന്നെയാണ് കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഇ എന്ന് കിട്ടും. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. സോ അപ്ലൈ ദിസ് ഫോർമുല. ഈ ഫോർമുല കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പഠിക്കണം. നിങ്ങൾക്ക് ഏത് സൊല്യൂഷൻ എടുത്താലും ആ ഫോർമുല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പി നോട്ട് മൈനസ് പി എസ് ബൈ പി എസ് ഇസ് ഈക്വൽ ടു എൻ ബി ബൈ എൻ എ എന്നുള്ളത് സാധാരണ നമ്മൾ പരിചയപ്പെട്ടുള്ള ഫോർമുല ഇതാണ്. ഇതിൽ എൻ ബി നെഗ്ലിജിബിൾ ആണ് എങ്കിൽ ഡിനോമിനേറ്ററിൽ എൻ എ പ്ലസ് എൻ ബി എന്തെടുക്കാം? എൻ എ എന്നെടുക്കാം. റൈറ്റ്? അറിയാമല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ. ഇത് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യമാണ്. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 18 gram അലുമിനിയം ഫ്രം മോൾട്ടൺ Al2O3 എന്നാണ് ചോദ്യം. നോക്കൂ, 1 mole ഓഫ് എനി മാറ്റർ റിക്വയേഴ്സ് n ഫാരഡേ. അറിയാമല്ലോ അല്ലേ? 1 mole ഓഫ് എനി മാറ്റർ റിക്വയേഴ്സ് n ഫാരഡേ. n എന്ന് പറയുന്നത് അതിൻ്റെ n ഫാക്ടറാണ്, വാലൻസി ഫാക്ടറാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അലുമിനിയത്തെക്കുറിച്ചാണ്. സോ 1 mole അലുമിനിയം എന്ന് വെച്ചാൽ 27 gram എത്ര വേണം? 3 ഫാരഡേ വേണം. കാരണം അലുമിനിയത്തിൻ്റെ വാലൻസി ഫാക്ടർ അറിയാമല്ലോ, 3 ആണ്. അലുമിനിയം ഒരു ട്രൈ വാലൻറ്റ് എലമെൻ്റ് ആണ്. സോ എൻ ഫാക്ടർ 3 ആണ്. അപ്പോൾ 1 mole അലുമിനിയത്തിന് 3 ഫാരഡേ വേണം. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 18 gram അലുമിനിയമാണ്. 18 gram. അപ്പോൾ 27-ന് 3 വേണമെന്നുണ്ടെങ്കിൽ 9 ഗ്രാമിന് 1 ഫാരഡേ വേണം. എങ്കിൽ 18 ഗ്രാമിന് എത്ര വേണം? 2 ഫാരഡേ വേണം. ദാറ്റ് ഈസ് ദി ആൻസർ.
2 ഫാരഡേ ആണ് ആൻസർ കേട്ടോ. 2 ഫാരഡേ, ദാറ്റ് ഈസ് ദി ആൻസർ. 2 ഫാരഡേ എവിടെ? ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ. അപ്പോൾ 1 mole ഓഫ് എനി മാറ്റർ ഇറ്റ് റിക്വയേഴ്സ് n ഫാരഡേ. അലുമിനിയം n ഫാക്ടർ എന്ന് പറയുന്നത് 3 ആണ്, വാലൻസി ഫാക്ടർ 3 ആണ്. അപ്പോൾ 1 mole അലുമിനിയത്തിന് 3 ഫാരഡേ വേണം. മനസ്സിലായോ? അപ്പോൾ 27 ഗ്രാമിന് 3 ഫാരഡേ വേണം എന്ന് വെച്ചാൽ 9 ഗ്രാമിന് 1 ഫാരഡേ വേണം അല്ലേ? നോക്ക്, 27 ഗ്രാമിന് 3 ഫാരഡേ, 9 ഗ്രാം എന്ന് പറയുമ്പോൾ ബൈ 3 ആണ്, അപ്പോൾ 1 ഫാരഡേ വേണം. 18 ഗ്രാമിന് 2 ഫാരഡേ വേണം. സിമ്പിളായിട്ടുള്ളൊരു മാത്തമാറ്റിക്സ് മാത്രമേ ഉള്ളൂ അവിടെ, കോൺസെപ്റ്റ് പോലും. റൈറ്റ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസ്ഡ് ആസ് ആനോഡ് ഇൻ മെർക്കുറി സെൽ? നമ്മുടെ ഈ ബാറ്ററികളുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം മക്കൾ പ്രതീക്ഷിക്കണം കേട്ടോ. ബാറ്ററികൾ ഡ്രൈ സെല്ല് പഠിക്കുന്നുണ്ട്, മെർക്കുറി സെല്ല് പഠിക്കുന്നുണ്ട്, നിക്കൽ കാഡ്മിയം സെല്ല് പഠിക്കുന്നുണ്ട്, ലെഡ് സ്റ്റോറേജ് ബാറ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ഫ്യൂവൽ സെല്ല്, അതുപോലെ റസ്റ്റിംഗ് ആ ഭാഗം, കൊറോഷൻ ആ ഭാഗം. ഇത് നമ്മളെപ്പോഴും ഒരു ചോദ്യം പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു ഭാഗം തന്നെയാണ്. അവിടെ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സെല്ലുകളുടെയും ആനോഡ് എന്താണ്, കാത്തോഡ് എന്താണ്, ഇലക്ട്രോലൈറ്റ് എന്താണ്, റിയാക്ഷൻ എന്താണ്, അതാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ചോദ്യം മെർക്കുറി സെല്ലിനെ കുറിച്ചാണ്. ആനോഡ് ഇൻ മെർക്കുറി സെല്ലാണ് നമ്മുടെ ചോദ്യം. ആനോഡ് ഇൻ മെർക്കുറി സെല്ല് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ആനോഡ് ഇൻ മെർക്കുറി സെല്ല് ഓപ്ഷൻ എ, ബി, സി. ഇത് കാത്തോഡാണ് കേട്ടോ, ഇത് കാത്തോഡാണ്. ദിസ് ഈസ് കാത്തോഡ് ഇൻ മെർക്കുറി സെൽ, പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ. ആൻഡ് ഇതാണ് ഇലക്ട്രോലൈറ്റ്. മെർക്കുറി സെല്ലിലെ ഇലക്ട്രോലൈറ്റ് ഇതാണ് കേട്ടോ. ദിസ് ഈസ് ഇലക്ട്രോലൈറ്റ്. ആൻഡ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഇ. ഓപ്ഷൻ ഇ ഈസ് ദി ആൻസർ. സിങ്ക് അമാൽഗം ആൻഡ് സിങ്ക് മെർക്കുറി അമാൽഗം, അതാണ് ആനോഡായിട്ട് വർക്ക് ചെയ്യുന്നത്. സിങ്ക് മെർക്കുറി അമാൽഗമാണ് ആനോഡായിട്ട് വർക്ക് ചെയ്യുക. സിങ്ക് ഓക്സിഡേഷൻ നടന്ന സിങ്ക് ഓക്സൈഡായിട്ട് മാറും. പഠിച്ചിട്ടില്ലാത്തവരൊന്ന് പഠിക്കണം. സിങ്ക് ഓക്സിഡേഷൻ നടന്ന എന്തായിട്ട് മാറും? സിങ്ക് ഓക്സൈഡായിട്ട് മാറും. മെർക്കുറിക് ഓക്സൈഡ് എന്തായിട്ട് മാറും? മെർക്കുറി ആയിട്ട് മാറും. ആൻഡ് ദ റിയാക്ഷൻ ഇൻവോൾവ് നോ അയോണിക് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ അയോണിക് റിയാക്ഷൻസ് ഒന്നുമില്ല, അയോൺസ് ഒന്നുമില്ല. ദെർഫോർ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പഠിക്കുന്നുണ്ട്. മെർക്കുറി സെല്ല് നന്നായിട്ട് പഠിക്കുക, ഡ്രൈ സെല്ല് നന്നായിട്ട് പഠിക്കുക, ലെഡ് സ്റ്റോറേജ് ബാറ്ററി അത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് എൻഡ് പോർഷൻ ഓഫ് ഇലക്ട്രോ കെമിസ്ട്രിയാണ്. തീർച്ചയായിട്ടും അവിടുന്ന് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്, നോക്കിയിരിക്കണം കേട്ടല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം. The resistance of conductivity cell with 0.02 molar KCl solution 520 ohm. ഇപ്പോൾ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഗിവൺ, കോൺസെൻട്രേഷൻ ഗിവൺ. ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ സൊല്യൂഷൻ ആണ് ചോദ്യം. കാപ്പ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? കാപ്പ ആണ് കണ്ടുപിടിക്കേണ്ടത്. സെൽ കോൺസ്റ്റൻറ്റ് 130. കാപ്പ സെൽ കോൺസ്റ്റൻറ്റ് റെസിസ്റ്റൻസ് ഫോർമുല അറിയാത്തവർ ആരും ഉണ്ടാവാൻ വഴിയില്ല. കാപ്പ ഈക്വൽ ടു സെൽ കോൺസ്റ്റൻറ്റ് ജി സ്റ്റാർ ബൈ റെസിസ്റ്റൻസ് പഠിച്ചിട്ടില്ലേ? കാപ്പ ഈക്വൽ ടു സെൽ കോൺസ്റ്റൻറ്റ് ബൈ റെസിസ്റ്റൻസ് പഠിച്ചിട്ടില്ലേ? റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ എന്നാണ്. 1/r ഈസ് ഈക്വൽ ടു 1/ρ ഇൻറ്റു എ ബൈ എൽ എന്നാണ്. ദാറ്റ് ഈസ് 1/r ഈക്വൽ ടു, ഇതിനെയാണല്ലോ കാപ്പ എന്ന് പറയുന്നത്, കാപ്പ ഇൻറ്റു എ ബൈ എൽ എന്നാണ്. ദെർഫോർ കാപ്പ ഈസ് ഈക്വൽ ടു എൽ ബൈ എ ബൈ റെസിസ്റ്റൻസ്. ഈ എൽ ബൈ എ ആണ് എന്ത്? ജി സ്റ്റാർ എന്ന് പറയുന്നത്. ദിസ് ഫോർമുല റൈറ്റ്. വിശദമായിട്ട് അതിൻ്റെ ഫോർമുലയൊക്കെ ഡെറിവേഷനും എല്ലാം പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഫൈൻ. അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരം വരിക? സെൽ കോൺസ്റ്റൻറ്റ് കാപ്പ ഈക്വൽ ടു സെൽ കോൺസ്റ്റൻറ്റ് 130/520, 13/52 എന്ന് പറയുമ്പോൾ 4 അല്ലേ? 1/4 കേട്ടോ. 1/4 ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. 0.25 സീമെൻസ് പെർ സെൻറ്റിമീറ്റർ. വളരെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷനാണ്, വളരെ സിമ്പിളായിട്ടുള്ള ആശയമാണ്. ആ ഫോർമുല കൃത്യമായിട്ട് അറിയാമോ എന്ന് മാത്രമേ ഉള്ളൂ ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ കാപ്പ ഈസ് ഈക്വൽ ടു സെൽ കോൺസ്റ്റൻറ്റ് ബൈ റെസിസ്റ്റൻസ് എന്ന് ഓർക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. കാൽക്കുലേഷനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ.
അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ എന്നാണ്. നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ ആഫ്റ്റർ മിക്സിംഗ് മോളിക്കുലാർ ഇൻട്രാക്ഷൻ കൂടണം അല്ലേ, ആഫ്റ്റർ മിക്സിംഗ് മോളിക്കുലാർ ഇൻട്രാക്ഷൻ കൂടണം, വേപ്പർ പ്രഷർ കുറയണം അല്ലേ, അതാണ് സംഭവം നെഗറ്റീവ് ഡീവിയേഷൻ. ഏതാ നെഗറ്റീവ് ഡീവിയേഷൻ? ഓ, ഫസ്റ്റ് വൺ ഇറ്റ് സെൽഫ്, ഓപ്ഷൻ എ ഇറ്റ് സെൽഫ്, ഫീനോൾ അനിലീൻ മിക്സ് ചെയ്യുന്ന സമയത്ത് ഡ്യൂ ടു ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രോജൻ ബോണ്ടിങ് മോളിക്കുലാർ അട്രാക്ഷൻ വർദ്ധിക്കും, അവരുടെ വേപ്പർ പ്രഷർ കുറയും. ദേ ഷോ നെഗറ്റീവ് ഡീവിയേഷൻ. അതേസമയം അസെറ്റോൺ കാർബൺ ഡൈ സൾഫൈഡ് മക്കൾ പഠിച്ചിട്ടില്ലേ, പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ബെൻസീൻ ടൊളുവിൻ ഐഡിയലാണ്, അറിയാലോ അല്ലേ. നോർമൽ ഹെക്സൈൻ, നോർമൽ ഹെപ്റ്റൈൻ ഐഡിയലാണ്, അറിയാലോ. ബ്രോമോ ഈത്തൈൻ, ക്ലോറോ ഈത്തൈൻ അതും ഐഡിയലാണ്. അപ്പോൾ ഓപ്ഷൻ സി ഡി ഇ ഒരേപോലുള്ള ആൾക്കാരെ മിക്സ് ചെയ്യുന്ന സമയത്ത് യു ഗെറ്റ് ഐഡിയൽ സൊല്യൂഷൻ അല്ലേ. ആൽക്കഹോൾസ് അതുപോലെ കാർബൺ ഡൈ സൾഫൈഡ് CCl4 ഒക്കെ വരുമ്പോൾ ഓർത്ത് വെച്ചോളൂ പോസിറ്റീവ് ഡീവിയേഷൻ അല്ലേ. വൈൽ ഫിനോൾ അനിലീൻ അതുപോലെ ആസിഡുകൾ ഒക്കെ വരുന്ന സമയത്ത് എന്തായിരിക്കും, നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും, മറക്കണ്ട കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് NaCl, HCl, അസറ്റിക് ആസിഡ്, സോഡിയം അസറ്റേറ്റ് തന്നിട്ടുണ്ട്. കാണേണ്ടത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് അസറ്റിക് ആസിഡ്, ആണ് ലാംഡ നോട്ട് 4 CS3COOH ആണ് കാണേണ്ടത്. ചെയ്ത് നല്ല പരിചയമുള്ള ചോദ്യമാണിത് അല്ലേ. എങ്ങനെയാണ് മക്കളെ കാണാം? ഇറ്റ് ഈസ് ലാംഡ നോട്ട് ഈക്വൽ ടു CS3COO മൈനസ് പ്ലസ് ലാംഡ നോട്ട് H പ്ലസ്, റൈറ്റ്. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. തന്നിരിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്നത് ലാംഡ നോട്ട് 4 NaCl തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ലാംഡ നോട്ട് 4 Na പ്ലസ് പ്ലസ് ലാംഡ നോട്ട് 4 Cl മൈനസ്. ഇതിൻ്റെ ഡാറ്റ തന്നിട്ടുണ്ട് 126.4 എത്ര സീമൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. ഇനി ലാംഡ നോട്ട് HCl തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ലാംഡ നോട്ട് H പ്ലസ് പ്ലസ് ലാംഡ നോട്ട് Cl മൈനസ്. എത്രയാ വാല്യൂ? 425.9 ആണ് കേട്ടോ. ഇനി ലാംഡ നോട്ട് സോഡിയം അസറ്റേറ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ലാംഡ നോട്ട് 4 അസറ്റേറ്റ് പ്ലസ് ലാംഡ നോട്ട് 4 Na പ്ലസ്. എത്രയാ വാല്യൂ? 91 സീമൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ 3 ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ഈ ഡാറ്റ കണ്ടുപിടിക്കുന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അല്ലേ. എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് ഇത് വേണം. ദിസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ഹിയർ, റൈറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ്, ആൻഡ് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ഹിയർ, റൈറ്റ്. സോ ഈ 2 ഡാറ്റ നമ്മൾ ആഡ് ചെയ്യുന്നു, ഓർക്കുന്നില്ലേ? ഈ 2 ഡാറ്റ നമ്മൾ ആഡ് ചെയ്യുന്നു. ഏതൊക്കെ? ഈ ഡാറ്റയും ആഡ് ചെയ്യുന്ന സമയത്ത് ദിസ് പ്ലസ് ദിസ് എന്നാണ് വരിക. ഇനി നമുക്ക് ഇതിനെ സബ്ട്രാക്ട് ചെയ്യണം, അത് ആവശ്യമില്ലല്ലോ. ഇത് നമുക്ക് എന്ത് വേണം? ഇത് നമുക്ക് വേണ്ട. സോ ദിസ് ഈസ് സബ്ട്രാക്ട്. ഇതങ്ങ് സബ്ട്രാക്ട് ചെയ്യാം, റൈറ്റ്. ഇത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഇത് സബ്ട്രാക്ട് ചെയ്യുക, റൈറ്റ്. സോ ഡാറ്റ 1, ഡാറ്റ 2, ഡാറ്റ 3 എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്? ഇത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡാറ്റ 2ഉം 3യും കൂടെ ആഡ് ചെയ്യുക, 1 സബ്ട്രാക്ട് ചെയ്യുക, കിട്ടും. ഡാറ്റ 2ഉം 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കിട്ടും, പിന്നെ ഇതും ഉണ്ടാവും. ഇതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കളയണം. സോ യു ഗെറ്റ് ദ റിക്വസിറ്റ് ഡാറ്റ. സോ ദിസ് പ്ലസ് ദിസ് മൈനസ് ദിസ് ആൻഡ് ദിസ്, ഇത് രണ്ടും പോയി. ഇപ്പോൾ ഇത് രണ്ടുമായിട്ട് കിട്ടും. എത്ര വരണം പറ? 425.9 അല്ലേ, പ്ലസ് 91. അപ്പോൾ 9, 6, 11, 5, 516. ഇനി മറ്റേത് സബ്ട്രാക്ട് ചെയ്യണം, മൈനസ് 126.4 എന്ന് വെച്ചാൽ 5, 0, 9, 3 അല്ലേ, 390.5 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ഈസ് ദ
കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. എത്രയോ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്, എന്നാലും അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഫുൾ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. കോളറാഷ്യസ് ലോ, ആപ്ലിക്കേഷൻ ഓഫ് കോളറാഷ്യസ് ലോ, അതാണ് ആ ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which of the following statement is true with regard to Daniell cell? Daniell cell എന്ന് വെച്ചാൽ നോർമലി Daniell cell എന്ന് ഉദ്ദേശിക്കുന്നത് സിങ്ക് കോപ്പർ കപ്പിളിനെയാണ് അല്ലേ. നോർമലി Daniell cell അല്ലെങ്കിൽ ഗാൽവനിക് സെല്ലിൽ നമ്മൾ ഏറ്റവും ടിപ്പിക്കലായിട്ട് പറയുന്ന എക്സാമ്പിൾ സിങ്ക് കോപ്പർ കപ്പിളാണ് Daniell cell. ഓക്സിഡേഷൻ അറ്റ് കാത്തോഡ്, ഓക്സിഡേഷൻ അറ്റ് കാത്തോഡ് തെറ്റല്ലേ മക്കളെ? ഓക്സിഡേഷൻ അറ്റ് കാത്തോഡ് തെറ്റല്ലേ? സോ this is zinc sulfate solution where zinc rod is immersed, and this is copper sulfate solution and where copper rod is immersed and they are connected externally. ഇവിടെ oxidation നടക്കും, where zinc undergo oxidation you get Zn2+. ഇവിടെ reduction നടക്കും, this is anode and this is cathode. കാത്തോഡിൽ റിഡക്ഷൻ നടക്കും, Cu2++2 ഇലക്ട്രോൺ ഗിവിങ് Cu എന്ന് കിട്ടും. സോ ഹിയർ ദർ ഈസ് ഡിസൊല്യൂഷൻ ഓഫ് ദി മെറ്റൽ ആറ്റംസ് ആൻഡ് ഹിയർ ദർ ഈസ് ഡെപ്പോസിഷൻ ഓഫ് ദി ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏത് സെല്ല് നിങ്ങൾ എടുത്താലും ശരി, ആനോഡിൽ നടക്കുന്ന എന്തായിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും. അപ്പോൾ ഓക്സിഡേഷൻ അറ്റ് കാത്തോഡ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്സിഡേഷൻ എപ്പോഴും എവിടെയായിരിക്കും? ആനോഡിലായിരിക്കും. റിഡക്ഷൻ അറ്റ് ആനോഡ്, ഇത് രണ്ടും തെറ്റാണ്, ഇത് രണ്ടും തെറ്റാണ്. ആനോഡ് നേരെ തിരിഞ്ഞുപോയി. ആനോഡിൽ എല്ലായ്പ്പോഴും ഓക്സിഡേഷൻ, കാത്തോഡിൽ എല്ലായ്പ്പോഴും റിഡക്ഷൻ. കേട്ടോ. ഇനി E0 സെൽ ഈസ് 1.1 വോൾട്ട്, ഇതാണ് ആൻസർ. E0 സെൽ ഈസ് 1.1 വോൾട്ട്. ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ഓഫ് ഗാൽവനിക് സെല്ലിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് അല്ലേ. അവിടെ നമ്മൾ ഇല്ലസ്ട്രേഷൻ പഠിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാത്തോഡ് മൈനസ് E0 ആനോഡ്. ഇവിടെ കാത്തോഡ് ആരാണ്? കാത്തോഡായിട്ട് വർക്ക് ചെയ്യുന്നത് കോപ്പറാണ്. സോ ഇറ്റ് ഈസ് E0 Cu2+ Cu മൈനസ് E0 Zn2+ Zn. ഇതിൻ്റെ വാല്യൂ മക്കൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. 0.34 പ്ലസ് ആണ്, മൈനസ് -0.76 ആണ്, ആൻഡ് യു ഗെറ്റ് 1.1 വോൾട്ട്. ഈ ഡാറ്റ വെച്ചുകൊണ്ടുള്ള ചില എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിക്കുന്നുണ്ട്. കണക്റ്റിംഗ് ആൻഡ് എക്സ്റ്റേണൽ EMF വിച്ച് ഈസ് ലെസ് ദാൻ 1.1 വോൾട്ട്, ഈക്വൽ ടു 1.1 വോൾട്ട്, മോർ ദാൻ 1.1 വോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു 3 എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ അവിടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് എന്ത്? ഒരു സിങ്ക് കോപ്പർ കപ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് EMF 1.1 വോൾട്ട് എന്നുള്ളത്. അതാണ് ശരി ഉത്തരം. കിട്ടും. ഇനി ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസസ് കെമിക്കൽ റിയാക്ഷൻ തെറ്റല്ലേ? കെമിക്കൽ റിയാക്ഷൻ കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജിയാണ് ഗാൽവനിക് സെല്ല്. എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഈസ് ഡാനിയൽ സെല്ല്. അടുത്തത് ഇലക്ട്രോലൈറ്റ്സ് ആർ അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ആൻഡ് ഫെറസ് സൾഫേറ്റ്. ഇവിടെ എന്താ തെറ്റ്? ഇവിടെ ഫെറസ് സൾഫേറ്റ് എന്നുള്ള ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. കോപ്പർ സൾഫേറ്റും സിങ്ക് സൾഫേറ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. റൈറ്റ്. ആനോഡിൽ സിങ്ക് സൾഫേറ്റും കാത്തോഡിൽ കോപ്പർ സൾഫേറ്റും അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കേട്ടോ. ഓക്കെ. അടുത്തത് വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് കറന്റ് റിക്വയർഡ് ടു ലിബറേറ്റ് 16 gram ഓക്സിജൻ ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ? Again 1 mole of any substance you need n Faraday, where n is the valency factor, n factor. So 1 mole oxygen എന്ന് വെച്ചാൽ 32 gram requires how many Faraday? 4 Faraday വേണം. O2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇക്വലൻ്റ് ആണ്. ഒരു O2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇക്വലൻ്റ് ആണ്. സോ O2വിൻ്റെ എൻ ഫാക്ടർ 4 ആണ്. എങ്ങനെയാണ് സാറേ? നോക്കൂ, O2 മൈനസ് ആൻഡ് O2 മൈനസ് ഇത് രണ്ടും കൂടെ ചേർന്നിട്ടല്ലേ ഇതുണ്ടാവുന്നത്. ഒരു ഓക്സിജൻ്റെ വാലൻസി എത്രയാണ്? ഓക്സിജൻ എന്താണ്? ഡൈവാലൻ്റ് അല്ലേ. അപ്പോൾ ഒരു ഓക്സിജൻ എന്ന് വെച്ചാൽ ഡൈവാലൻ്റ് അല്ലേ. 2 ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലൻസി എത്രയായി? എൻ ഫാക്ടർ എത്രയായി? 4 എന്ന് വരണം. കിട്ടോ. അപ്പോൾ 1 മോൾ ഓക്സിജൻ ലഭിക്കാൻ 4 ഫാരഡേ വേണം.
1 മോൾ ഓക്സിജന് 4 ഫാരഡേ വേണം. നമ്മുടെ ചോദ്യം എന്താണ്? 16 ഗ്രാമിനാണ്. അപ്പോൾ 32 ഗ്രാമിന് 4 ഫാരഡേ. അപ്പോൾ 16 ഗ്രാമിന് എത്രയാണ് മക്കളെ? ഇറ്റ് ഈസ് 2 ഫാരഡേ അല്ലേടാ? 2 ഫാരഡേ. സോ നമുക്ക് ആൻസർ കൂളോമിൽ പറയണം കേട്ടോ, കൂളോമിൽ പറയണം. 2 × 96,500 എന്ത് വരും? 0 0 0 0 12 1 13 പിന്നെ 18 1 19 അല്ലേ? 96 ഒരു 0 കൂടിപ്പോയി അല്ലേ? ഒരു 0 കൂടിപ്പോയി. ഓക്കെ, ഒരു 0 കൂടിപ്പോയി. 96,500 അല്ലേ? അപ്പോൾ ഒന്നുകൂടെ നോക്കി. 0 0 0 13 18 19. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ ഇ അല്ലേ? 1.93 × 10⁵ എന്ന് വരും. ആൻസർ ഈസ് ഓപ്ഷൻ ഇ. ഓപ്ഷൻ ഇ എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ 1 മോൾ ഓക്സിജൻ 32 ഗ്രാമിന് 4 ഫാരഡേ വേണം. അപ്പോൾ 16 ഗ്രാമിന് 2 ഫാരഡേ വേണം. ആ 2 ഫാരഡേ കൂളോംസിലാക്കുക, ആൻസർ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് വി വർ ഗോയിങ് ത്രൂ നമ്മൾ കീമിൻ്റെ സൊല്യൂഷൻസ് 2024 ഫാർമസിയുടെ ഉൾപ്പെടെ 6 പേപ്പറുകളിൽ വന്ന ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. സൊല്യൂഷൻസ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന 2 ചാപ്റ്ററുകളാണ് ഇന്ന് നമ്മളൊരു യൂണിറ്റായിട്ട് കവർ ചെയ്തത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എല്ലാവരും അനലൈസ് ചെയ്യണം. ഈ 2 ചാപ്റ്ററിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ ഒപ്പം തന്നെ ആ ചാപ്റ്ററിൽ മൊത്തം ഒരു റിവിഷൻ നന്നായിട്ട് ചെയ്യുവാനും ശ്രമിക്കുക. എല്ലാവരും ഗംഭീരമായിട്ട് പഠിക്കുക. ഓക്കെ, വി വിൽ മീറ്റ് വിത്ത് അനദർ കണ്ടന്റ് ഇൻ next class. Till then, bye. See you. Take care.